വർഷങ്ങൾക്ക് മുൻപ് ഒരു പ്രഭാതം, കിളികളുടെ ഉണർത്തുപാട്ട് കേട്ട് ഗ്രാമം മയക്കം വിട്ടുണരുന്നു. ബാലസൂര്യൻ്റെ സ്വർണ്ണക്കതിരുകൾ പാടവരമ്പിലെ മഞ്ഞുതുള്ളികളിൽ അലൗകിക ചിത്രങ്ങൾ രചിക്കുന്നു. പ്രൗഢഗംഭീരനായ ഒരു മനുഷ്യൻ ഉറച്ച കാൽവെപ്പുകളോടെ ആ വഴി വന്നു. പ്രമാദമായ ഏതോ ഒരു വ്യവഹാരത്തിൻ്റെ ആവശ്യത്തിനായി കോടതിയിലേക്ക് പോകുന്ന വഴിയാണ് അദ്ദേഹം. ശ്രീ കണ്ഠകർണ ക്ഷേത്രത്തിൽ അദ്ദേഹം കയറി ദേവനെ പ്രാർത്ഥിച്ചു. വ്യവഹാരത്തിൽ താൻ വിജയിച്ചാൽ ദേവനു വേണ്ടി കഴിവിൻ്റെ പരമാവധി ചെയ്യുമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ ആ വ്യവഹാരം അദ്ദേഹത്തിന് അനുകൂലമായി വിധിയായി. സന്തുഷ്ടനായി തിരിച്ചു വരുമ്പോൾ വീണ്ടും ക്ഷേത്രദർശനം നടത്തുകയും അതിരാണി ചെടിയുടെ കൊമ്പിൽ ഒരു തിരി കത്തിച്ച് കൂടാളിയിലെ സ്വന്തം ഭവനത്തിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ തിരി ഉപേക്ഷിച്ച് കുളത്തിലിറങ്ങി കുളിച്ചു വന്ന് ഭക്ഷണത്തിനിരുന്നു. എന്നാൽ വിശപ്പ് അനുഭവപ്പെട്ടില്ല. ഉറങ്ങാൻ കിടന്നപ്പോൾ ശ്രീ കണ്ഠകർണൻ ഉറഞ്ഞു തുള്ളുന്ന ശബ്ദവും ചെണ്ടമേളങ്ങളുടെ ആരവവും മാത്രം. ഉറങ്ങാൻ കഴിയാതെ ഏതോ ഒരു തോന്നലാൽ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ പുതിയിടത്തു നിന്നും കൊണ്ടുവന്ന തിരി കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. പിറ്റേ ദിവസം ജ്യോത്സ്യരെ വരുത്തി പ്രശ്നചിന്ത നടത്തി. പുതിയിടത്തു നിന്നും തൻ്റെ കൂടെ ശ്രീ കണ്ഠകർണൻ കൂടാളിയിലേക്ക് എഴുന്നള്ളിയിട്ടുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ കൂടാളിയിൽ ശ്രീ കണ്ഠകർണേശ്വരനെ കെട്ടിയാടാൻ തീരുമാനമായി. ഇലഞ്ഞിപ്പൂവിൻ്റെ നറുമണമേറ്റുവരുന്ന മന്ദമാരുതൻ, പൂവമ്മരത്തിൽ ചേക്കേറാനണിയുന്ന കിളികളുടെ ശബ്ദം, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമയ സൂര്യൻ അരുണാഭ ചൊരിയുമ്പോൾ നിറദീപങ്ങൾക്ക് നടുവിൽ ശ്രീകോവിലിൽ ഭക്തവത്സലനായ ദേവന്റെ പ്രസാദോജ്വലമായ സാന്നിധ്യം, പവിത്രമായ സന്നിധാനത്തിൽ വേദനകൾ ഇറക്കിവെച്ച് ഇളകൊള്ളുന്ന നിഷ്കളങ്കരായ ദേശവാസികളുടെ ആശ്വാസം, ഇളങ്കാറ്റിനൊപ്പം അലിഞ്ഞു ചേരുന്ന ധന്യമുഹൂർത്തം, നെയ്വിളക്കുകളിൽ ഉണരുന്ന അലൗകിക പ്രഭ, ഭക്തരുടെ കൂപ്പുകൈകളിലൂടെ വേദനിക്കുന്ന ഹൃദയങ്ങളുടെ ആഴങ്ങളിൽ ഒടുങ്ങാത്ത ശാന്തിയായി പരിണമിക്കുമ്പോൾ ദേവന്റെ ചൈതന്യം കോടി സൂര്യ തേജസ്സാർന്ന് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആവേശിക്കുന്നു. ഗ്രാമീണർക്ക് പുത്തൻ ഉണർവിൻ്റെ കാലമാണ് ഉത്സവ നാളുകൾ. തങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം ആഘോഷങ്ങൾക്കായി നീക്കിവെക്കുന്ന ദേശവാസികൾ ഭവനങ്ങൾ മോടി പിടിപ്പിക്കുകയും കോടി വസ്ത്രങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. പുത്തൻ ഉടുപ്പുകൾ അണിഞ്ഞാണ് എല്ലാവരും ഉത്സവ ദിവസം ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്നത്. അകലെയുള്ള ബന്ധുക്കളെ വിരുന്നൊരുക്കി സ്വാഗതം ചെയ്യുക ഗ്രാമീണ ജനത സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഊഷ്മളതയിൽ സ്വയം അലിയുന്നു. മകരം 17-ാം തീയതി രാവിലെ 10 മണി. ഉത്സവം ആരംഭിക്കുകയായി. തിറകെട്ടിയാടുന്ന കോലക്കാരായ മുന്നൂറ്റന്മാരും പെരുവണ്ണാന്മാരും പണിക്കന്മാരും കാലാകാലമായി തങ്ങൾക്കനുവദിച്ചിരിക്കുന്ന അണിയറയിൽ പോയി ചമയ വസ്തുക്കൾ ഒരുക്കുന്നു. പച്ച തെങ്ങോലകൾ കൊണ്ട് ചുറ്റോടു ചുറ്റും മറച്ച് തയ്യാറാക്കിയ അണിയറ ഓരോ വിഭാഗക്കാർക്കും പ്രത്യേക സ്ഥാനങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. തിരുമുറ്റത്തിന് തെക്കുഭാഗത്തുള്ള ഇലഞ്ഞിമരത്തിന് താഴെയാണ് മുന്നൂറ്റരുടെ അണിയറ. മേലെ പള്ളിയറയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന, ഇപ്പോൾ നശിച്ചു പോയതും വർഷങ്ങൾക്ക് മുമ്പ് പടർന്ന് പന്തലിച്ചു നിന്ന കാവ് എന്ന സങ്കല്പത്തിന് പേരെടുത്ത മരങ്ങളാൽ ചുറ്റപ്പെട്ടതും ദൈവങ്ങളുടെ ആരൂഢസ്ഥാനം സ്ഥിതി ചെയ്യുന്നതുമായ സ്ഥലത്താണ് പെരുവണ്ണാന്മാരുടെ അണിയറ. നേർച്ചയായി ലഭിച്ച വിളക്കുകളും ചുറ്റുവിളക്കുകളും നിറഞ്ഞു കത്തി ക്ഷേത്രത്തെ തേജോമയമാക്കുന്ന സന്ധ്യാനേരത്താണ് കൊടിയേറ്റം. കറുപ്പും വെളുപ്പും ചുവപ്പും നിറങ്ങളോടുകൂടിയ കൊടിയുടെ മുകളിൽ ആനയുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. കതിനാവതികളുടെ കൊടിപൂരത്തിൽ ക്ഷേത്രഭാരവാഹികളും അവകാശികളും നാട്ടുകാരും ചേർന്ന് ധ്വജമുയർത്തുകയായി. ക്ഷേത്രാവകാശികൾക്കുള്ള വെറ്റില കൈനീട്ടത്തോടെ ചടങ്ങുകളുടെ ആരംഭം കുറിക്കുന്നു. ക്ഷേത്രത്തിലെത്തിയ കോലക്കാരെയും കോമരത്താന്മാരെയും വാദ്യക്കാരെയും മറ്റും ആതിഥ്യ മര്യാദകളോടെ സ്വീകരിക്കുന്ന ചടങ്ങ് എന്ന നിലയിലും വെറ്റില കൈനീട്ടത്തിന് പ്രാധാന്യമുണ്ട്. 18-ാം തീയതി പുലർച്ചെ 5 മണിക്ക് ദൈവത്തെ പള്ളിയുണർത്തുന്ന ഗംഗയുണർത്തൽ എന്ന വാദ്യഘോഷം കേൾക്കാം. ഉത്സവ ദിനത്തിലേക്ക് ഗ്രാമം മുഴുവൻ ഉണരുന്നു. പഴക്കുലകളും മറ്റും വാങ്ങി വീടുകളിൽ ഭക്ഷണത്തിനും അതിഥി സൽക്കാരത്തിനും ഒരുക്കം കൂട്ടുന്ന ദേശവാസികൾ. 11 മണിക്ക് മുഴുവൻ വാദ്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള അടിച്ചുതളിവേല എന്ന വാദ്യഘോഷം ഉയരും. ഇതെല്ലാം ദൈവത്തെ പള്ളി ഉണർത്താൻ ഉദ്ദേശിച്ചുള്ളവയാണ്.
ഉച്ചയാകുന്നതോടെ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ശേഖരിച്ചു കൊണ്ടുവരുന്ന കുരുത്തോലകളും പന്തങ്ങളും നാളികേരവും ഇളനീരും ക്ഷേത്ര കവാടത്തിൽ ശേഖരിച്ചു വയ്ക്കുന്നു. വാദ്യഘോഷങ്ങളുടെയും കതിനാവിടികളുടെയും അകമ്പടിയോടുകൂടി മുഴുവൻ സംഘപ്രതിനിധികളും എല്ലാ അവകാശികളും നാട്ടുകാരും കൂടി നാളികേരവും കുരുത്തോലയും മറ്റുമെടുത്ത് പുതിയെടുത്ത് വീട്ടുമുറ്റത്തേക്ക് യാത്രയാവുന്നു. 3 പ്രദക്ഷിണത്തിന് ശേഷം തേങ്ങകൾ കൂട്ടിയിടുന്നു. ഈ ചടങ്ങ് അടിയറ കയറ്റം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ സമയത്ത് തന്നെ കണ്ഠകർണദേവന് വേണ്ട പന്തക്കോല് നിർമ്മാണം നടക്കുന്നു. ഒപ്പം തന്നെ കണ്ഠകർണദേവന്റെയും ഗുളികന്റെയും മുടിയുടെ മിനുക്കുപണികൾ ആരംഭിക്കുന്നു. പ്രത്യേക രീതിയിൽ മുറിച്ചെടുത്ത കുരുത്തോല ഈ മുടിയിൽ തുന്നിച്ചേർക്കുന്നു. കളിപ്പാട്ടങ്ങളും കൗതുക വസ്തുക്കളും അലങ്കാര വസ്തുക്കളും വിൽക്കുന്ന കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞ ക്ഷേത്രപരിസരം. ആഘോഷ പരിപാടികളുടെ മാറ്റുകൂട്ടുന്ന പരസ്യ പ്രക്ഷേപണങ്ങൾ. ആദ്യമായി രംഗപ്രവേശം ചെയ്യുന്നത് കാരണവന്മാരുടെ പ്രതീകമായുള്ള കാരണവർ തെയ്യത്തിൻ്റെ വെള്ളാട്ടമാണ്. തിരുമുറ്റത്തെ പള്ളിയറയ്ക്ക് അഭിമുഖമായി തറവാട്ട് വീട്ടിനരികിൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരകത്താണ് ഗുരുകാരണവന്മാരുടെ ആസ്ഥാനം. തുടർന്ന് കരിവേടന്റെ വെള്ളാട്ടം രംഗപ്രവേശം ചെയ്യുന്നു. 7 ചെണ്ടയും 2 വീക്കും ഇലത്താളവും കുഴലും അടങ്ങുന്ന വാദ്യവിശേഷം ഈ വെള്ളാട്ടങ്ങൾക്ക് അകമ്പടി എന്നോണം ഉയരും. തുടർന്ന് കണ്ഠകർണന്റെയും കുട്ടിശാസ്തപ്പന്റെയും തെക്കൻ കരിച്ചാത്തിൻ്റെയും വെള്ളാട്ടങ്ങൾ കെട്ടിയാടുന്നു. ദീപാലങ്കൃതമായ ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രാന്തരീക്ഷത്തിൽ അലിയുന്ന ഭക്തജനങ്ങൾ. പ്രധാന ദൈവങ്ങളുടെ വെള്ളാട്ടം കാണുന്നതിനായി നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നും അവർ എത്തുന്നു. നേർച്ചയായി നൽകുവാൻ വെളിച്ചെണ്ണയുമായി ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്ന ഭക്തർ ക്ഷേത്രത്തിൽ നിന്നും പ്രസാദമായി മഞ്ഞൾക്കുഴി സ്വീകരിക്കുന്നു. ഒരു കോലത്തിൻ്റെ തിറയുടെ മുന്നോടിയായി ആദ്യം നടത്തുന്ന അനുഷ്ഠാന ചടങ്ങാണ് വെള്ളാട്ടം. തോറ്റം പുറപ്പെടാത്ത തെയ്യങ്ങൾക്കും തിറകൾക്കും തലസ്ഥാനത്ത് വെള്ളാട്ടമാണ് പുറപ്പെടുക. തോറ്റത്തേക്കാൾ ഉടയാടകളും ആഭരണങ്ങളും വെള്ളാട്ട് അണിഞ്ഞിരിക്കും. മുഖത്തുതേപ്പും പതിവുണ്ട്. ചെറിയ മുടിയും തലയിൽ ധരിക്കും. കാൽച്ചിലമ്പും കാണിച്ചുകപ്പും ചുറകച്ചില കച്ചിങ്കര മുന്നാക്ക് എന്നിവയും അണിഞ്ഞ് ഉറക്കുംപടി കൈകളിൽ 5 വീതം 10 വളകളും കയ്യിൽ തന്നെ ചൂടകവും കൈത്തണ്ടയിൽ പുഷ്പങ്ങളും വെച്ച് കാതില, ഉരുളാരം, കഴുത്തുകെട്ട്, ഉത്തരീയം, ചീപ്പ്, 21 ഗുരുഭൂതന്മാരെ സങ്കല്പിക്കുന്നതിന് പ്രതീകമായ തലപ്പാളിയും കൂത്തണ്ട, കറുത്ത ചാമരവും ചൂടാരത്നം, വൈക്കെട്ട്, ചാമരത്തണ്ടും ചൂടി നെറ്റിയിൽ ശിവസങ്കല്പത്തിലുള്ള ചന്ദ്രക്കലയും ധരിച്ച് ദൈവസങ്കല്പമുള്ള കിഴക്കോട്ട് തിരിഞ്ഞ് തറക്കരിയിൽ നിന്ന് കാക്കവിളക്കുമേന്തിയുള്ള സഭാവന്ദനവും ഭസ്മാസുര സങ്കല്പത്തിൽ വരുന്ന കോമരവും. ഇവിടെ ദൈവമാടുന്നത് ആനന്ദനൃത്തം ഭസ്മാസുരനെ ഭസ്മമാക്കുന്ന രംഗമാണ്. നൃത്തത്തിന് ശേഷം പീഠത്തിൽ ആസനസ്ഥനാകുന്നു. ദേവന്റെ ഉൽപ്പത്തി ചരിതവും ഐതിഹ്യവും ചൊല്ലി തോറ്റമുറയുന്നു. അനുഷ്ഠാനകലയുടെ മാനസികാവസ്ഥയായ ദേവചൈതന്യം കിട്ടുക എന്നതാണിത്.